ഹലോ നമസ്കാരം. ലേൺ വൈസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നീതു നാരായണൻ. ഇഗ്നൂന്റെ BSW സിലബസിൽ BSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു പേപ്പർ ഇനി വരുന്ന കുറച്ച് സെഷനുകളിലായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പർ, അതായത് BSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ക്വസ്റ്റ്യനുകളാണ് ഇതിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുള്ളത്, മുൻ വർഷങ്ങളിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു സെഷനിൽ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ ഒരു സെഷൻ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും ഇന്നത്തേത്. എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതായത് നിങ്ങൾ പ്രീവിയസ്ലി സോഷ്യൽ വർക്കിന്റെ ക്ലാസ് ഒക്കെ എടുത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും സോഷ്യൽ വർക്കിന്, അത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ദ ബെറ്റർമെന്റ് അല്ലെങ്കിൽ ഫോർ ദ അപ്ലിഫ്മെന്റ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആയിക്കോട്ടെ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഒരു ഓവറോൾ ബെറ്റർമെന്റ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടു ടൈപ്സ് ഓഫ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി മെത്തേഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ആണ് സെക്കൻഡറി മെത്തേഡ്സ്. അതിൽ പ്രൈമറി മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളൊരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ, നമ്മൾ നമ്മുടെ ക്ലയന്റുമായിട്ട്, ക്ലയന്റ് എന്ന് പറയുമ്പോൾ ആരാണോ ആ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നത്, ആരുടെ പ്രോബ്ലം ആണോ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അവരെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക. സോ ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട്, ആ ഒരു ബെനിഫിഷ്യറീസും ആയിട്ട് നമുക്കൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് എവിടെ ഉണ്ടാവുക, ഏത് മെത്തേഡിൽ ഉണ്ടാവുക, പ്രൈമറി മെത്തേഡ്സിൽ ഉണ്ടാവുക. എന്നാൽ സെക്കൻഡറി മെത്തേഡ്സ് ആയിക്കോട്ടെ, ഈ ഒരു പ്രൈമറി മെത്തേഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സം കൈൻഡ് ഓഫ് കുറേയധികം മെത്തേഡ്സുകൾ ആണ് നമ്മൾ സെക്കൻഡറി മെത്തേഡ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ 3 പ്രൈമറി മെത്തേഡ്സും സോഷ്യൽ വർക്കിനുണ്ട്, 3 സെക്കൻഡറി മെത്തേഡ്സും സോഷ്യൽ വർക്കിനുണ്ട്. നിങ്ങൾക്കത് ഫെമിലിയർ ആയിരിക്കും. സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണ് സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സോഷ്യൽ ആക്ഷൻ തുടങ്ങിയ 3 എണ്ണാണ് 3 സെക്കൻഡറി മെത്തേഡ്സ് ആണ് എന്തിനുള്ളത്, സോഷ്യൽ വർക്കിനുള്ളത്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് സോഷ്യൽ വർക്ക്, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളതാണ്. ബാക്കി മെത്തേഡ്സുകളൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പേപ്പർ, അതായത് BSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന പേപ്പർ, കോഡ് ഓർത്തിരിക്കുക, BSW 125. പേപ്പറിന്റെ പേരാണ് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഈ ഒരു പേപ്പറിനെ നമ്മൾ പഠിക്കാനുള്ള ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, കൂടുതൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 4 ബ്ലോക്കുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഈ ഒരു ബ്ലോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ എത്രയധികം യൂണിറ്റുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ 4 ബ്ലോക്കുകളിലായിട്ട് 16ഓളം യൂണിറ്റുകളാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിനെ ഒരു സോഷ്യൽ വർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേപ്പറിലൂടെ പഠിക്കും. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അതിൽ 5 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ കേസ് വർക്ക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. യൂണിറ്റ് 2 ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. യൂണിറ്റ് 3 പ്രാക്ടീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. യൂണിറ്റ് 4 ഇന്റർവ്യൂയിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക്.
യൂണിറ്റ് 5 ഹോം വിസിറ്റ് ആൻഡ് റെക്കോർഡിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക്. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൈമറി മെത്തേഡ് ആണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, ഒരു വ്യക്തി ആയിരിക്കും. നമ്മളെ ഈ ഒരു സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ക്ലയന്റിനെ ആയിരിക്കും, ഒരു ഇൻഡിവിജ്വൽ, ഒരാളെ മാത്രമായിരിക്കും നമ്മൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. മറക്കരുത്, സോഷ്യൽ കേസ് വർക്ക് ഫോർ ഇൻഡിവിജ്വൽ, അതായത് ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സോഷ്യൽ കേസ് വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 5 യൂണിറ്റുകൾ ഉണ്ട്. ആ യൂണിറ്റുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളത് നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. ദെൻ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ കേസ് വർക്ക്, ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. അതായത് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ദെൻ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് അത് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ പ്രിമിറ്റീവ് ഫോം എന്തൊക്കെയാണ്, കറന്റ്ലി അത് ഏത് സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്, അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, യൂണിറ്റ് 1 പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ നേച്ചർ എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസുകളായിരിക്കും ഒരു ഇൻഡിവിജ്വലും അതുപോലെ തന്നെ ഒരു ഫാമിലി എന്ന് പറയുന്നത് കുറെ അധികം ഇൻഡിവിജ്വൽ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയാ. സോ അത്തരം ഫാമിലീസുകളായിക്കോട്ടെ, ഫാമിലീസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ ഒരു ഇൻഡിവിജ്വലിനെ ബാധിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ആ ഇൻഡിവിജ്വലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത്, അത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും. ദെൻ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഇന്ത്യയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസുകളിലും എന്തൊക്കെയായിരിക്കും അതിന്റെ മേജർ ലാൻഡ്മാർക്കുകൾ, അതുപോലെ ഒരു സോഷ്യൽ കേസ് വർക്ക് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കിയാൽ എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1 ദെൻ നെക്സ്റ്റ് ആണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ്. അതിൽ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, അതുപോലെ ഒരുപാട് തിയറീസിന്റെ ബേസിലായിരിക്കും സോഷ്യൽ കേസ് വർക്ക് പ്രവർത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 3 പ്രാക്ടീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, അതായത് കേസ് വർക്ക് പ്രോസസ്സുകൾ. നമ്മളൊരു കേസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിനുള്ളത്, ഏതൊക്കെ ഫേസിലൂടെ ആയിരിക്കാം സോഷ്യൽ കേസ് വർക്ക് കടന്നു പോകുന്നത്, ദെൻ അതിന്റെ ഡിഫറെന്റ് ഫേസസ് ആയിട്ടുള്ള സ്റ്റഡി, അസസ്മെന്റ്, ഇന്റർവെൻഷൻ, ടെർമിനേഷൻ. ദെൻ നമ്മളൊരു കേസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, ക്ലയന്റിന് ഉണ്ടാകുന്ന ബെറ്റർമെന്റുകളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഇവാലുവേഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ് നമ്മൾ സോഷ്യൽ കേസ് വർക്കിൽ ചെയ്യാറുള്ളത്, ദെൻ കേസ് വർക്ക് പ്രാക്ടീസ്, ദെൻ നമ്മൾ കുറെ അധികം കേസുകളെ വെച്ചിട്ട് കേസ് വർക്കിനെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതൊക്കെ ഈ ഒരു യൂണിറ്റ് 3 ദെൻ നെക്സ്റ്റ് ആണ് ഇന്റർവ്യൂയിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നതാ, ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസുകളും മെത്തേഡ്സുകളും ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലൊന്നാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. തന്നെ ഈ ഒരു യൂണിറ്റ് 4 നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്റർവ്യൂയിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ആണ്. സോ എന്താണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഒരുപാട് കൈൻഡ് ഓഫ് ഇന്റർവ്യൂസുകൾ നമ്മൾ കാണാറുള്ളതാണ്. സോ ഒരു സോഷ്യൽ കേസ് വർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സോഷ്യൽ കേസ് വർക്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്, അതില് ആ ഒരു ഇന്റർവ്യൂവും ഇന്റർവ്യൂവറും തമ്മിലുള്ള, അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളും ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ദെൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂകളാണ് ഉള്ളത്, അതുപോലെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തെങ്കിലും റൂൾസുകൾ ഉണ്ടോ ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് യൂണിറ്റ് 5.
ഇന്റർവ്യൂ പോലെ തന്നെ വേറൊരു ടൂളാണ് ഹോം വിസിറ്റ് എന്ന് പറയണത്. ദെൻ ഹോം വിസിറ്റ് ആൻഡ് റെക്കോർഡിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 5 ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ എന്താണ് ഹോം വിസിറ്റ്, അതുപോലെ തന്നെ കേസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ റെക്കോർഡ് ചെയ്യണം അല്ലേ. ഒരു അറ്റ് എ ടൈം നമ്മൾ ഒരുപാട് ഇൻഡിവിജ്വൽസുമായിട്ട് ഒരു ദിവസം നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മളും മനുഷ്യരാണ്. സോ നമുക്ക് എല്ലാം ഒന്നും ഓർത്തിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബ്രെയിൻ ഉണ്ടാവില്ല. സോ നമുക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. സോ ഈ ഒരു കേസ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പേർപ്പസുകൾ, ഒരു പല ടൈപ്പ് ഓഫ് റെക്കോർഡിങ്ങുകൾ ഉണ്ടോ, ദെൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ദെൻ എന്തെങ്കിലും ഗൈഡ് ലൈൻസുകൾ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. സോ ഇതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അതായത് സം ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂളുകൾ, ദെൻ ഇന്റർവ്യൂ എന്താണ്, ഹോം വിസിറ്റുകൾ എന്താണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ തിയറി, സ്കൂൾസ്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺസെപ്റ്റുകളാണ് നമ്മൾ ബ്ലോക്ക് 1 ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ബ്ലോക്ക് 2 കടക്കാം. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് സെലക്ടഡ് സെറ്റിംഗ്സ് ഇൻ സോഷ്യൽ കേസ് വർക്ക്. ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 1 നമ്മൾ കോമ്പോണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, യൂണിറ്റ് 2 ഫീൽഡ്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ്, യൂണിറ്റ് 3 സോഷ്യൽ കേസ് വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, ദെൻ യൂണിറ്റ് 4 സോഷ്യൽ കേസ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സ്. ഇങ്ങനെ 3 യൂണിറ്റുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 2 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 1 നമ്മൾ കോമ്പോണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ് പഠിക്കുന്നത്. അതായത് എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഈ ഒരു സോഷ്യൽ കേസ് വർക്കിൽ ഉള്ളത്. അതിൽ പേഴ്സൺ ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രോസസ്. ഓർത്തിരിക്കുക, 4 പീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അതായത് പേഴ്സൺ, പ്രോബ്ലം, പ്ലേസ്, പ്രോസസ്. ദെൻ ഇതാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടെർമിനോളജീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിഫിക്കേഷനിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് പൊക്കോളും. സോ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ വരും ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഓരോ യൂണിറ്റുകളും ഓരോ ബ്ലോഗുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നതാണ്. സോ യൂണിറ്റ് 1 നമ്മൾ കോമ്പോണൻസ് ഓഫ് സോഷ്യൽ വർക്ക് ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 2 ഫീൽഡ്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് സോഷ്യൽ കേസ് വർക്കിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീൽഡുകൾ, അതിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ഫീൽഡ് ഉണ്ട്, ഫാമിലി വർക്ക് ഇൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അങ്ങനെ ഡിറ്റർമിനൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിറ്റർമിനൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ കേസ് വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. അതായത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്, അതായത് നമ്മൾ സ്കൂൾ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതായത് ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, അതായത് എഡ്യൂക്കേഷനിൽ പ്രവർത്തിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റിംഗ്സിൽ സോഷ്യൽ കേസ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഫീൽഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് 3 ഉള്ളത്. ദെൻ സോഷ്യൽ കേസ് വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് പഠിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, സ്കിൽസ് അതൊക്കെ പഠിക്കും. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സുകൾ പഠിക്കും. ഇതാണ് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 4 നമ്മൾ സോഷ്യൽ കേസ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സ്, അതായത് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ കേസ് വർക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, എന്തായിരിക്കും അവിടെ സോഷ്യൽ കേസ് വർക്കറുടെ ഗോൾ എന്ന് പറയുന്നത്, എന്തൊക്കെ ടാസ്കുകളും റെസ്പോൺസിബിലിറ്റീസും സ്കില്ലുകളും നമുക്കൊരു ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സിൽ ഉണ്ട്, അതുപോലെ എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാംസുകളൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ആണ് സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്. ബ്ലോക്ക് 3 നമ്മൾ ബ്ലോക്ക് 2 കൂടി നമ്മുടെ സോഷ്യൽ കേസ് വർക്ക് എൻഡ് ചെയ്യും. ദെൻ നമ്മൾ ബ്ലോക്ക് 3 എത്തുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്, അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനാണ് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്, അതായത് പേര് പോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അവിടെ നമ്മൾ ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മോർ ദാൻ 2 ഇൻഡിവിജ്വൽസ്,
മെമ്പേഴ്സ്, 2-ലധികം ആൾക്കാർ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയാ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജി എപ്പോഴെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ബൈ ബർത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. സോ ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരേ പ്രോബ്ലം അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും, എങ്ങനെ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും, അതൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ ഒരു സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിന്റെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് പഠിക്കും. യൂണിറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് പഠിക്കും. യൂണിറ്റ് 3 ഗ്രൂപ്പ് ഫോർമേഷൻ സ്റ്റേജസ് പഠിക്കും. ദെൻ യൂണിറ്റ് 4 ലീഡർഷിപ്പ് പഠിക്കും. ഓക്കെ, യൂണിറ്റ് 1 നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ആണ്. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, മീനിങ്, അതുപോലെ ഒരു ഗ്രൂപ്പിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടാകാം. ഒരുപാട് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, പ്രൈമറി, സെക്കൻഡറി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഓപ്പൺ ഗ്രൂപ്പ്, ക്ലോസ്ഡ് ഗ്രൂപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഡീൽ ചെയ്യുന്ന യൂണിറ്റ് ആണ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 പറയുന്നത്. ദെൻ യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുക ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് ആണ്. അതായത് ഗ്രൂപ്പ്സിന്റെ ഡെഫിനിഷൻ പഠിക്കും. ദെൻ ഗ്രൂപ്പ് ഫോർമേഷന്റെ ഫാക്ടേഴ്സ് പഠിക്കും. ഗ്രൂപ്പ് വർക്ക് പ്രാക്ടീസിലുള്ള ഒരുപാട് തിയറീസ് പഠിക്കും. ഒരു ഗ്രൂപ്പിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പഠിക്കും. ദെൻ ഗ്രൂപ്പ്സ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമ്മളായിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് വർക്ക് പഠിക്കും. ദെൻ ഗ്രൂപ്പ് ലോജിസ്റ്റിക്സ് പഠിക്കും. ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ ഗ്രൂപ്പ് 3 നമ്മൾ ഗ്രൂപ്പ് ഫോർമേഷനെ പറ്റിയിട്ടാണ് പഠിക്കുക. അതിൽ തന്നെ ഗ്രൂപ്പ് ഫോർമേഷൻ പെട്ടെന്ന് ഒരു ദിവസം എമേർജ് ആവുന്നതല്ല ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊരു ഡിഫറെന്റ് സ്റ്റേജസിലൂടെ എമേർജ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ആ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സുകൾ ഉണ്ടോ, ഏതൊക്കെ ടൈപ്പുകളാണ് ഉള്ളത്, ദെൻ ഓരോ ഫേസസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടെ ഒരു ലീഡർ ഉണ്ടാവും അല്ലേ. ദെൻ ഒരു ലീഡറുടെ റോൾ എന്താണ് ഗ്രൂപ്പിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 4 നമ്മൾ ലീഡർഷിപ്പിനെ പറ്റിയിട്ട്, ഒരു ഗ്രൂപ്പിലെ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ ഗ്രൂപ്പ് ലീഡർഷിപ്പിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റൈലുകൾ ഉണ്ട്. ഒരു സക്സസ്ഫുൾ ലീഡറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ഒരു ഗ്രൂപ്പിലെ ലീഡർ ഡിസിഷൻ എടുക്കേണ്ടത്, അവർക്ക് പവർ എത്രത്തോളം ഉണ്ടാകും, എങ്ങനെയാണ് ഗ്രൂപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഗ്രൂപ്പ് എന്നുള്ളതാണ്, കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പുകളാണ് അല്ലേ. സോ ബ്ലോക്ക് 4 നമ്മൾ ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ള ഒരു കാര്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്നതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൽ നമ്മൾ കേസ് വർക്കിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും മീനിങ്ങും കൺസെപ്റ്റും ഒക്കെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് 1 നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പഠിക്കും. യൂണിറ്റ് 2 പ്രിൻസിപ്പിൾസ്, സ്കിൽസ് ആൻഡ് മോഡൽസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് പഠിക്കും. യൂണിറ്റ് 3 സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് പഠിക്കും. ദെൻ യൂണിറ്റ് 1 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഹിസ്റ്ററി ആയിരിക്കും പഠിക്കുക. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതിൽ ഒരു ഗ്രൂപ്പിന്റെ റോൾ എന്തൊക്കെയാണ്, ഒരു റെലവൻസ് എന്തൊക്കെയാണ്, ദെൻ ഗ്രൂപ്പ് വർക്കിന്റെ ഒരു കൺസെപ്റ്റും ഡെഫിനിഷനും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യും. ദെൻ യൂണിറ്റ് 2 നമ്മൾ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് മോഡൽസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സുകൾ പഠിക്കും. അതിൽ വാല്യൂസ് പഠിക്കും, പ്രിൻസിപ്പിൾസ് പഠിക്കും, പ്രോഗ്രാം പ്ലാനിങ്ങിനെ പറ്റിയിട്ട് പഠിക്കും. ഒരു നല്ല ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കർക്ക് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലുള്ള അസംഷൻസ് എന്തൊക്കെയാണ്, മോഡൽസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യും.
ഓക്കെ. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ്. അതായത് ഒരു ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സിൽ വരികയാണ് സമയത്ത് അതിലൊരു സോഷ്യൽ വർക്കർക്ക് എത്രയധികം റോൾ ഉണ്ടാകും. അതിൽ തന്നെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ ഗ്രൂപ്പ് വർക്കറെ ഡിഫൈൻ ചെയ്യും. ദെൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്കേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ് ഗ്രൂപ്പ് പ്രോസസ്സ് എന്ന് പഠിക്കും. ദെൻ ഡിഫറെന്റ് സെറ്റിംഗ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കുക, ഈ ഒരു യൂണിറ്റ് 3യിൽ പഠിക്കുക. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പേപ്പർ BSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ചില ടെർമിനോളജീസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആയതുകൊണ്ടാണ്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.